ഹബേമുസ് പാപ്പ നമുക്കൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു. സിസ്റ്റിൻ ചാപ്പലിൽ നിന്നുയർന്ന വെളുത്ത പുകയ്ക്ക് ശേഷം ലോകം കാത്തിരുന്ന ആ പേരിത വെളിപ്പെട്ടിരിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനായി അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി മുതൽ അറിയപ്പെടുക ലിയോ 14 കോൺക്ലേവ് കൂടി രണ്ടാം ദിവസമാണ് 267 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത്. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് 69-കാരനായ കർദിനാൾ റോബർട്ട് പ്രേവോ. 1955 സെപ്റ്റംബർ 14 ചിക്കാഗോയിലെ ലൂയിസ് മാരിസ് പ്രേവോയുടെയും മിൽഡ്രഡ് മാർട്ടിനെസിന്റെയും മകനായി ജനിച്ചു. പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ നാവികസേന ഉദ്യോഗസ്ഥനും മാതാവ് സ്പാനിഷ് വംശജയായ ലൈബ്രറിയനുമായിരുന്നു. 2 സഹോദരന്മാരുണ്ട് അദ്ദേഹത്തിന്. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ് എന്നീ ഭാഷകളിൽ പരിജ്ഞാനവുമുണ്ട്. കൂടാതെ ലാറ്റിൻ, ജർമ്മൻ ഭാഷകൾ വായിക്കാനും കഴിയും. കർദിനാൾ റോബർട്ട് പ്രേവോ 1973 ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ മൈനർ സെമിനാരിയിൽ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി. 1977 വില്ലനോവോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും നേടി. പുരോഹിതനാകാൻ തീരുമാനിച്ച പ്രേവോ 1977 സെപ്റ്റംബറിൽ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ സന്യാസ സഭയിൽ ചേർന്നു. 1978 സെപ്റ്റംബറിൽ തന്റെ ആദ്യ വ്രതം എടുത്തു. 1981 ഓഗസ്റ്റിൽ നിത്യവ്രതം സ്വീകരിച്ചു. അടുത്ത വർഷം 1982 ചിക്കാഗോയിലെ കാത്തലിക് തിയോളജിക്കൽ യൂണിയനിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ബിരുദം കരസ്ഥമാക്കി. 1982 പുരോഹിതനായി 3 വർഷത്തിനു ശേഷം 30-ാം വയസ്സിൽ പെറുവിലേക്ക് കർമ്മമണ്ഡലം മാറിയെങ്കിലും US-ലേക്ക് മടങ്ങി വരിക പതിവായിരുന്നു. 1984 റോമിലെ പൊന്തിഫിക്കൽ കോളേജ് ഓഫ് സെന്റ് തോമസ് അക്വിനാസിൽ നിന്ന് കാനൻ നിയമത്തിൽ ലൈസൻഷ്യേറ്റും 1987 കാനൻ നിയമത്തിൽ PhD നേടി. 85, 86, 88, 98 കാലഘട്ടങ്ങളിൽ പെറുവിൽ ഇടവക വികാരിയായും സെമിനാരി അധ്യാപകനായും അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചു. 85 മുതൽ 86 വരെ ചുലുക്കനാസിന്റെ ടെറിട്ടോറിയൽ പ്രലോച്ചറിന്റെ ചാൻസലറായി സേവനമനുഷ്ഠിച്ചു. 87 ചിക്കാഗോയിലെ ആഗനിസ്റ്റീൻ പ്രൊവിൻഷ്യന്റെ വെക്കേഷൻ പാസ്റ്ററായും മിഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചു. 88 അദ്ദേഹം പെറുവിലേക്ക് മടങ്ങി. അടുത്ത 10 വർഷം ട്രുജിയോയിലെ ഓഗസ്റ്റീനിയൻ സെമിനാരിയുടെ തലവനായി. ഡയോസീസൻ സെമിനാരിയിൽ കനാൻ ലോ പഠിപ്പിച്ച അദ്ദേഹം പ്രിഫെക്ടറായും പ്രവർത്തിച്ചു. ട്രുജിയോയിലെ പ്രാദേശിക എക്ലിസി യാസ്റ്റിക്കൽ കോടതിയുടെ ജഡ്ജി, ട്രുജിയോയുടെ കോളേജ് ഓഫ് കൺസൾട്ടേഴ്സിന്റെ അംഗം എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. 2013 വരെ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിന്റെ പ്രിയോർ ജനറലായും പ്രവർത്തിച്ചു. 2015 മുതൽ 23 വരെ പെറുവിലെ ചിക്ലാഗോയിലെ ബിഷപ്പായും സേവനമനുഷ്ഠിച്ചു. 2015 പെറുവിന്റെ പൗരത്വം സ്വീകരിച്ചത്. 23 കർദിനാളായി ഉയർത്തപ്പെട്ടു. 2023 മുതൽ ഡിക്കാസ്റ്ററി ഫോർ ബിഷപ്സിന്റെ പ്രിഫെക്ടറും പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ ലാറ്റിൻ അമേരിക്കയുടെ പ്രസിഡന്റുമായിരുന്നു. ബിഷപ്പുമാരെ തെരഞ്ഞെടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന പ്രധാന ദൗത്യമുള്ള ഡിക്കാസ്റ്ററി ഫോർ ബിഷപ്സിന്റെ പ്രിഫെക്ടറായിരുന്ന കർദിനാൾ റോബർട്ട് പ്രേവോ കർദിനാൾമാർക്കിടയിൽ സുപരിചിതനായിരുന്നു. ബിഷപ്പാക്കാനുള്ളവരുടെ നാമനിർദ്ദേശങ്ങൾ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കാൻ തീരുമാനിക്കുന്ന വോട്ടിംഗ് ബ്ലോക്കിൽ 3 സ്ത്രീകളെ ഉൾപ്പെടുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഒന്നിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. കോൺക്ലേവ് കൂടി രണ്ടാം ദിനം നടന്ന 4ാമത്തെ വോട്ടെടുപ്പിലാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ എന്ന് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച ശേഷമാണ് എല്ലാ കർദിനാൾമാരും നിയുക്ത പാപ്പായോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചത്. തുടർന്ന് അദ്ദേഹം ലിയോ 14 എന്ന നാമം സ്വീകരിക്കുകയും പാപ്പായുടെ സ്ഥാനവസ്ത്രങ്ങൾ അണിയുകയും ചെയ്തു. ഏറ്റവും മുതിർന്ന കർദിനാൾ ഡീക്കനായ ഫ്രഞ്ചുകാരനായ കർദിനാൾ ഡൊമിനിക് മമ്പർട്ടിയാണ് പാപ്പായെ തിരഞ്ഞെടുത്ത കാര്യം ഹബേമുസ് പാപ്പാം അഥവാ നമുക്ക് പാപ്പായെ ലഭിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അറിയിച്ചത്. തുടർന്ന് നിയുക്ത പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് റോമ നഗരത്തിനും ലോകം മുഴുവനും ആശീർവാദം നൽകി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നായിരുന്നു ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി പോപ്പ് എന്ന നിലയിലെ വിശ്വാസികളോടുള്ള ലിയോ 14 ആദ്യ വാക്കുകൾ. പെറുവിൽ മിഷണറിയായി നിരവധി വർഷങ്ങൾ ചെലവഴിച്ചത് കൊണ്ടുതന്നെയും നിലവിൽ പെറു പൗരത്വമുള്ളത് കൊണ്ടുതന്നെയും അദ്ദേഹത്തെ ലാറ്റിൻ അമേരിക്കക്കാരനായും കണക്കാക്കാനാവും. അദ്ദേഹത്തിന്റെ ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലം സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത്.